Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ വീഡിയോ ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം മെൻഷൻ ചെയ്തോട്ടെ. അതായത് കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മാം നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റിന് വല്ല ചേഞ്ച് ഉണ്ടോ, നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞ് കുറേ അധികം കുട്ടികൾ മെയിൽ വഴി ചോദിക്കുന്നുണ്ട്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ പ്രസൻറ്റ് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഹോൾ ടിക്കറ്റ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഹാൾ ടിക്കറ്റ് അപ്പോൾ തന്നെ നമ്മളുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇന്നും ഇപ്പോഴും ഞാൻ LBSൻ്റെ സൈറ്റിൽ ഞാൻ കയറി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴും ഡേറ്റ് ഓഫ് ദ ടെസ്റ്റ് വന്നിട്ട് August 14, 2021 തന്നെയാണ്. ആൻഡ് നമ്മളുടെ ഡേറ്റ് ഓഫ് ദ ഹോൾ ടിക്കറ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിമേറ്റഡ് ലേറ്റർ എന്നുള്ള ഒരു ക്യാപ്ഷനോടെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ടുഡേ ആൻഡ് ടുമോറോ. ഒരു 31st ആകുമ്പോഴേക്കും എന്തായാലും 2 days ബിഫോർ എന്തായാലും നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ അറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. സോ ഡോണ്ട് വറി, കീപ്പ് ഓൺ സ്റ്റഡിങ്. നമ്മളുടെ ഫോക്കസ് മാറിപ്പോരുത്. നമ്മളുടെ ഫോക്കസ് കേരള സെറ്റ് 2021 August 14 എക്സാമാണ്. സോ ഡേറ്റ് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ എക്സാം മാറ്റി വയ്ക്കും എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ അലസത കാണിക്കരുത്. നിങ്ങളുടെ ഫോക്കസ് കേരള സെറ്റിൻ്റെ എക്സാമിലേക്ക് തന്നെ മാത്രം ഫോക്കസ് ചെയ്യുക, പഠിക്കുക. അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. ആൻഡ് നമ്മളുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, വി ആർ ഹാവിങ് 13 പ്ലേലിസ്റ്റ്. അത്ര അധികം ചെയ്തിട്ടുള്ള കുറേ അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. കാരണം ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി പ്ലേഡ്, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് വേറെ വീഡിയോസ് സെർച്ച് ചെയ്ത് പോകണ്ട. അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസ് നിങ്ങൾക്ക് നോട്ട്സ് എഴുതി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. 2020 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം, 2019 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങളുടെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ നമ്മളുടെ എക്സാമിന് ഇനി കൂടി വന്ന ഒരു 15 ഡേയ്സേ ഉള്ളൂ. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് പ്ലേസ് എ വണ്ടർഫുൾ ജോബ് ഫോർ യുവർ എക്സാം. ഓക്കെ. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ടുഡേസ് സെഷൻ. ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 2016 ജൂൺ പാർട്ട് 5 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ്. 2016 ജൂൺ സീരീസാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 2016 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന് പറഞ്ഞ്. അതിൻ്റെ പാർട്ട് 5 ആണ്. ബാലൻസ് 4 വരെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Students read or write 17 for 71 and reads are there for there are, and always keep letters unfinished while not taking students suffering from. ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 17 പകരം അവർ 71 എഴുതുന്നു, അല്ലെങ്കിൽ 71 എഴുതുമ്പോൾ അവർക്ക് 17 ആകുന്നു. അതുപോലെ തന്നെ there are എന്ന് എഴുതേണ്ടതിന് അവർ are there എന്ന് എഴുതിയിരിക്കുന്നു. സോ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുന്നത് ഏത് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റ് സഫർ ചെയ്യുന്ന എന്ത് ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസോർഡർ ആണ് ആ ഒരു കുട്ടി ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഡൈസ്ലെക്സിയ ആൻഡ് ഡിസ്കാൽക്കുലിയ, dysgraphia, language processing disorder. So the answer will be option A, that is dyslexia. ഈ ഒരു ഡൈസ്ലെക്സിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ പ്രോബ്ലം ഇൻ റീഡിംഗ്, ലൈക്ക് ഇൻ റെക്കഗ്നൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്, ലോ ഫ്ലുവൻസി. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഡൈസ്ലെക്സിയ തന്നെയാണ്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ അവിടെ കാൽക്കുലേഷൻ, മാത്തമാറ്റിക്സ് സംബന്ധമായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശം, അത് മേ ബി കുറച്ചെങ്കിലും പേർക്ക് അത് വളരെ മോശമായിരിക്കും. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് പോലും വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. സോ അതൊരു പുവർ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പേസിംഗ് ആയിരിക്കും. നമ്മൾ ഏകദേശം നമ്മൾ മെഷർ ചെയ്തിട്ടല്ല എങ്കിൽ കൂടി നമ്മളൊരു പെർഫെക്റ്റ് സ്പേസിങ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ വേർഡ്സ് കൊടുക്കുന്നത്, അല്ലേ? പക്ഷേ ചില കുട്ടികൾ ഒരു വേർഡ് കഴിഞ്ഞ് കുറച്ചൊരു സ്പേസ് ഇട്ടിട്ടായിരിക്കും വേറൊരു വേർഡ് എഴുതുന്നത്. പിന്നെ ഇനി നെക്സ്റ്റ് വേർഡ് എഴുതുമ്പോഴോ തൊട്ടടുത്തായിരിക്കും. സോ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് അല്ല, ഒരു റൈറ്റിംഗ് അപ്പ് അല്ല. ആ ഒരു ലേണിംഗ് ഡിസോർഡറാണ് ഡിസ്ഗ്രാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ഡിസ്കാൽക്കുലിയ ഞാൻ പറഞ്ഞു. ആൻഡ്
ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ അത് ഏകദേശം ഒരു ലാംഗ്വേജ് ബേസ് ചെയ്ത ഒരു ഡിസോർഡർ തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. Moving to the next question, which of the following is not the objective of achievement test? Options are: option A, assess the level of competence; option B, assess the strength and weakness; and option C, performance skill; and option D, assign grades. So here the answer will be option D, that is assign grade. ഒരു achievement test എന്ന് പറയുന്നത് എന്താ? Achievement test is the test that is administered in educational setting. It is designed to measure the skill and knowledge obtained in the grade level to determine the level of instruction for which the student is prepared. ഇപ്പോൾ നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടിക്ക് ഒരു എക്സാം ഇടുവാണെങ്കിൽ നമ്മൾ ആ ഒരു 5th സ്റ്റാൻഡേർഡിലെ കുട്ടിക്ക് എത്രത്തോളം അറിയണം എന്ന് നമ്മൾ വിചാരിക്കുന്നതായിരിക്കും. മേ ബി ആ കുട്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. എത്രത്തോളം ആ ഒരു കുട്ടി ആ സബ്ജക്ട്സിനെ പറ്റിയൊരു നോളജ് ഉണ്ട്, എന്തൊക്കെയാണ് അവൻ്റെ സ്ട്രെങ്ത് സൈഡ്, എന്തൊക്കെയാണ് അവൻ്റെ വീക്കൻഡ് സൈഡ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോമ്പറ്റൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 50 സ്റ്റുഡൻസിന് കോമ്പറ്റൻസ് ലെവൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ അസസ് ദ ലെവൽ ഓഫ് കോമ്പറ്റൻസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ പോലെ അസസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. സോ ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ലെവൽ ഓഫ് കോമ്പറ്റൻസും നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവൻ്റെ പെർഫോമൻസ് സ്കില്ല് ഇത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും, ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ള അസൈൻ ഗ്രേഡ്സ് എന്നുള്ളത് ഈ ഒരു കാറ്റഗറി പെട്ടതല്ല. ഈ ഒരു അസൈൻ ഗ്രേഡ്സ് നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? സ്റ്റുഡൻസ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിരിക്കണം എന്നെനിക്ക് 100% നിർബന്ധമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഗോ ആൻഡ് ടേക്ക് യുവർ റിവ്യൂ ഓൺ യുവർ നോട്ട്സ്. ഓക്കെ, അസൈൻ ഗ്രേഡ്സ് വരുന്നത് സബ്മിറ്റീവ് ഇവാലുവേഷനിലാണ്. ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളത് നമുക്കൊരു കണ്ടിന്യൂസ് ഇവാലുവേഷനാണ്. പക്ഷേ സബ്മിറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഓരോ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഗ്രേഡ്സ് അസൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് സബ്മിറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളത്. സോ എൻ്റെ സ്റ്റുഡൻസ് അത് മറന്നു പോരുത്, മാറിപ്പോരുത്. ഗ്രേഡ്സ് അസൈൻ ചെയ്യുന്നത് സബ്മിറ്റീവ് ഇവാലുവേഷനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മളുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷനാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. Please don't forget these two topics because these two topics are such important. Okay? So, moving to the next question. Which of the following is the best needed skill for teachers to excel in their profession? എൻ്റെ സ്റ്റുഡൻസ് നാളത്തെ ഫ്യൂച്ചർ ടീച്ചേഴ്സാണ് അല്ലേ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ബെസ്റ്റ് നീഡഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങളുടെ പ്രൊഫഷനിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നീഡഡ് സ്കിൽസ് എന്താണെന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കിൽ ഓഫ് റിസീവിങ് ഇൻഫർമേഷൻസ് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ അത് നമുക്ക് റിസീവ് ചെയ്യാനുള്ള ഒരു സ്കില്ല്. ഓപ്ഷൻ ബി, സ്കിൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ. സെയിം അതേ പോയിന്റ് തന്നെ. നമുക്ക് ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ആൻഡ് ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് സ്കിൽ ഓഫ് സിന്തസൈസിങ് ഇൻഫർമേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല്. ആൻഡ് ഓപ്ഷൻ ഡി, സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അക്കോർഡിംഗ് ടു മീ ആൻഡ് ദ പെർട്ടിക്കുലർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കാരണം എല്ലാവരും സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ പറയുള്ളൂ. ആസ് എ ടീച്ചർ, ആസ് എ ഫ്യൂച്ചർ ടീച്ചർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ പറ്റി അറിയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്ന ഓരോ കാര്യം ചിലപ്പോൾ അതിൽ ഞാൻ എന്തെങ്കിലും ടിപ്സും ട്രിക്സും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാനത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺവേ ചെയ്താലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ ബെസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ടു എക്സൽ ഇൻ അവർ പ്രൊഫഷൻ.
എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. സോ എൻ്റെ ആ ഒരു പ്രൊഫഷനിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കൺവേ ചെയ്ത് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെയധികം നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമല്ലേ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് കാര്യങ്ങൾ കൃത്യമായും തന്നെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മറ്റൊന്ന് മനസ്സിലാവുന്നു എന്നുകൊണ്ട് കാര്യത്തിൽ അർത്ഥമില്ല അല്ലേ? സോ നല്ല ഒരു സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കത് കുറവാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ടു ഇൻക്രീസ് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യൂ. അതിന് നിങ്ങൾ കുറേയധികം വായിച്ചാൽ മതി, നിങ്ങൾ കുറേയധികം ക്ലാസ് എടുത്ത് ട്രൈ ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി വെരി വെരി ഗുഡ്. ഓക്കെ, Now moving to the next question. What is MOOC? MOOC എന്നുള്ള മൂക്കിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ വരുന്ന ഒരു പോയിൻ്റാണ്. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മിസ് ഔട്ട് ചെയ്ത സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൂക്ക് ആൻഡ് മുടിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ മൂക്ക് ആൻഡ് മുടിയിൽ. ആൻഡ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങൾ എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേയധികം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസസ് ഉള്ള കുറേയധികം പോയിൻറ്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേഗം എന്താണ് മൂക്ക്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് പോവാം. മൂക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ്. എന്താണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്? ഈ ഒരു മൂക്ക് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഫെസിലിറ്റിയാണ്. നമ്മൾക്ക് ലേണിംഗ് എനിക്കിപ്പോൾ വീട്ടിലിരുന്നോ, എനിക്കിപ്പോൾ റൂമിലിരുന്നോ, എവിടെ വേണമെങ്കിലും ഇരുന്ന് എനിക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് ഫെസിലിറ്റിയാണ് മൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ആൻഡ് അതിനെ ഷോർട്ടാക്കി വിളിക്കുന്നതാണ് മൂക്ക്. സോ മൂക്സ് ആർ ഓൺലൈൻ കോഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതാണ് ഈ ഒരു മൂക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മൂക്ക് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആകുമ്പോൾ ആ ഒരു ടീച്ചിങ്ങിന് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഈ കോഴ്സസ് മൂക്കിൽ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ കോഴ്സസ് ടോട്ട് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ MIT, OCW, പിന്നെ സ്വയം, EDX എന്ന് പറയുന്ന കുറച്ചധികം നല്ല പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ നല്ല ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നല്ല പേര് കേട്ട ആളുകൾ, നല്ല പ്രൊഫസേഴ്സ് ആയിരിക്കും ഈ ഒരു കോഴ്സ് അവർ ഓൺഗോയിങ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് കുറച്ച് കുട്ടികൾക്ക് അറിയണ്ടാവില്ല ഇതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്, കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. എനിവൺ ക്യാൻ എൻറോൾ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ചോയ്സ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ. നമുക്കിവിടെ ഒരു ക്വാളിഫിക്കേഷൻ ബാരിയറോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ ഒരു ഫ്രീ അവൈലബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് മൂക്ക് എന്ന് പറയുന്നത്. ഓൺലൈൻ കോഴ്സ് കംപ്രൈസസ് വീഡിയോ, കോഴ്സ് ഹാൻഡ് ഔട്ട്സ്, സജസ്റ്റഡ് റീഡിങ്സ് ആൻഡ് ഓൺലൈൻ ടെസ്റ്റ്. നമുക്ക് ഈ ഒരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോസ് ഉണ്ടാവും, കോഴ്സ് ഹാൻഡ് ഔട്ട്സ് ഉണ്ടാവും, സജസ്റ്റഡ് റീഡിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. നമുക്ക് പല രീതിയിൽ നമുക്കിത് പഠിക്കാം. ഇപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് ഫുൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് പാർട്ട് 20 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, നമ്മുടെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഓൺലൈൻ കോഴ്സിൽ പറയുന്നത്. ആദ്യം അവർ വീഡിയോസ് കംപ്രൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അവർ സജസ്റ്റഡ് ആയിട്ടുള്ള റീഡിങ്സ്, പിന്നെ ഓൺലൈൻ ടെസ്റ്റും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു ലേണിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നതാണ് മൂക്ക് എന്ന്. ആൻഡ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൽ നമുക്ക് കുറേയധികം കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്. അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു അച്ചീവ് ദ ഗോൾ ഫോർ 2030 അജണ്ട ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് മൂക്ക് ടു അച്ചീവ് ദ ഗോൾ ഫോർ 2030 അജണ്ട ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചു.
2030 ഒരു അജണ്ട ഉണ്ട്. അജണ്ടൻ്റെ പേര് ഇങ്ങനെയാണ്, അജണ്ട ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് മൂക്ക് എന്നുള്ളത്. ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ സെയിം സെൻറ്റൻസ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ 100% ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് വാട്ട് ഈസ് മൂക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ഓപ്പൺ ആക്സസ് ജേർണൽ കൺസോർട്ടിയം, ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ടീച്ചർ ഇൻ ഈച്ച് സബ്ജക്റ്റ്, ഓപ്ഷൻ സി കോഴ്സ് ഓഫ് എ സ്റ്റഡി മെയ്ഡ് അവൈലബിൾ ഓവർ ഇൻ്റർനെറ്റ് വിത്തൗട്ട് ചാർജിങ് ടു വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ആൻഡ് ഓപ്ഷൻ ഡി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത്. സോ നിങ്ങൾ തന്നെ പറയൂ, ഇതൊരു ജേർണൽ കൺസോർട്ടിയം അല്ല എന്ന് നമുക്ക് 100% ഉറപ്പ് പറയാം. കൺസോർട്ടിയം എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു മൂക്ക് എന്ന് പറയുന്നത് ഒരു ജേർണൽ കൺസോർട്ടിയം അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണോ? നോ, നെവർ. ഈ ഒരു മൂക്ക് ഫെസിലിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിലിറ്റി ആക്കിയ ഒരു ഫ്രീ ഓൺലൈൻ കോഴ്സാണ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സി നോക്കാം, കോഴ്സ് ഓഫ് സ്റ്റഡി മെയ്ഡ് അവൈലബിൾ ഓവർ ഇൻ്റർനെറ്റ് വിത്തൗട്ട് ചാർജ് ടു വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ആൻഡ് ദിസ് വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഇതൊരു കോഴ്സാണ്, അതൊരു സ്റ്റഡി മെയ്ഡിന് വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഇൻ്റർനെറ്റിലൂടെയാണ്, വിത്തൗട്ട് എനി ചാർജ്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റഡ് പോയിന്റ്. സോ ഈ ഒരു സെൻറ്റൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. വാട്ട് എസ് മൂക്കിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതിക്കോളൂ, കോഴ്സ് ഓഫ് സ്റ്റഡി മെയ്ഡ് അവൈലബിൾ ഓവർ ഇൻ്റർനെറ്റ് വിത്തൗട്ട് ചാർജ് ടു വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ആൻഡ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റഡ് പോയിന്റ് എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു അച്ചീവ് ഗോൾ ഫോർ 2030 അജണ്ട ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ പോലെ അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലല്ലോ. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what must the research participant give before they participate in a research? ഒരു റിസർച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണെന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ഗൈഡ് ലൈൻസ്, ഓപ്ഷൻ ബി ഇൻഫോംഡ് കൺസെൻറ്റ്, ഓപ്ഷൻ സി പേഴ്സണൽ ഡീറ്റെയിൽസ്, ആൻഡ് ഓപ്ഷൻ ഡി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഇൻഫോംഡ് കൺസെൻറ്റ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഭാവിയിലെ ടീച്ചേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് നാളെ ഭാവിയിൽ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആവേണ്ടതാണ്. അവരിൽ പലവരും എന്നല്ല, ഒരു 80% കുട്ടികൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ഭാവിയിൽ എനിക്ക് PhD എടുക്കണം, എൻ്റെ പേരിൻ്റെ മുന്നിലും ഡോക്ടർ എന്നെഴുതണം എന്ന് കുറേയധികം താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. എന്നെ കുറേയധികം മെസ്സേജ് ചെയ്യുന്നുണ്ട്, മാം ഞങ്ങൾക്ക് PhD ചെയ്യാൻ താല്പര്യമുണ്ട്, വാട്ട് ആർ ദ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം എന്നുള്ളത്. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് വരാം. സോ ഭാവിയിൽ നമ്മൾ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചധികം റിസർച്ച് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് മസ്റ്റ് ബി ദ റിസർച്ച് പാർട്ടിസിപ്പൻറ്റ് ഗീവ് ബിഫോർ ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിസർച്ച്. നമുക്കൊരു റിസർച്ച് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു റിസർച്ച് പാർട്ടിസിപ്പൻ്റാണ് അവിടെ. സോ ഞാനവിടെ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഗൈഡ് ലൈൻസ് അല്ല എന്നുള്ളത് ആർക്കാണെങ്കിലും അറിയാം. ഇനി ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻഫോംഡ് കൺസെൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഓപ്ഷൻ ബി, സി, ഡി ഇൻഫോംഡ് കൺസെൻറ്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, പിന്നെ ഓപ്ഷൻ ഡി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ്, അതായത് ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്, ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ 3 ഓപ്ഷൻസ് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് നോക്കി, ഓപ്ഷൻ ബി അല്ലേ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് നിൽക്കുന്നത്. ഇൻഫോംഡ് കൺസെൻറ്റ്, നമുക്ക് ആരുടെയെങ്കിലും ഒരു കൺസെൻറ്റ് അനുവാദമുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു റിസർച്ച് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ബി ഇൻഫോംഡ് കൺസെൻറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. So with this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.